MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, Kollam. My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റമളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹുവിൻ കാരുണ്യം ചൊരിയും റമളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ, മുൻ വർഷങ്ങളെപ്പോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് AM നൗഷാദ് ബാക്കവി അവർകൾ റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. എല്ലാവരും മനസ്സറിഞ്ഞ് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. അല്ലാഹുവേ, റമളാനിന്റെ രണ്ടാമത്തെ പത്തിലെയാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത്. എല്ലാ പാപമോചനവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. റമളാനിന്റെ ഒരു നോമ്പ് പോലും ഞങ്ങൾക്ക് നീ നഷ്ടമാക്കല്ല റഹ്മാനേ. തറാവീഹും സുന്നത്ത് നിസ്കാരങ്ങളും പ്രാർത്ഥനകളും അദ്കാറുകളും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ചേർത്തി തരണേ റബ്ബേ. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന നാസറുദ്ദീൻ സാഹിബിൻ അല്ലാഹുവേ, അദ്ദേഹത്തെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കല്ലാ. MK ഫാബ്രിക്സ് എന്ന കൊല്ലത്തെ അവരുടെ സ്ഥാപനത്തിന് വലിയ വളർച്ച കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയങ്കരായ സ്നേഹസമ്പന്നരായ വിശ്വാസിനികളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഈ വർഷത്തെ അൽബയാൻ തുടങ്ങുകയാണ്. ഇപ്രാവശ്യം നമുക്ക് അൽബയാൻ സ്പോൺസർ ചെയ്യുന്നത് MK ഫാബ്രിക്സ് കൊല്ലമാണ്. അൽഹംദുലില്ലാ, നാസറുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ് 3 പേരും അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് MK ഫാബ്രിക്സ്. അള്ളാഹു സുബ്ഹാനഹു തആല കച്ചവടത്തിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രിയങ്കരനായ നാസറുദ്ദീൻ സാർ, അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ്സ് കൊടുക്കട്ടെ. കച്ചവടത്തിലും ജീവിതത്തിലും വലിയ വളർച്ചയും ഉയർച്ചയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് മുതൽ അൽബയാൻ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒറ്റ ആയത്തിനെ കുറിച്ചാണ്. ഒരു ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പഠിക്കുന്ന സമയത്ത് ആ ആയത്തിന്റെ ബാഇനെ കുറിച്ച് 3 വർഷത്തിലധികം ക്ലാസ് എടുക്കേണ്ടി വരും എന്ന് ബഹുമാന്യനായ സൈനുലാബ്ദീൻ ഹസ്രത്ത് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. ആ ആയത്ത് ഏതാണ്? എല്ലാവരും മനസ്സറിഞ്ഞ് നിയത്ത് ചെയ്യുക, മനസ്സറിഞ്ഞ് പാരായണം ചെയ്യുക, ഹൃദയത്തിലേക്ക് കൊത്തിവെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്ഭുതമാണ്, അതിശയമാണ്, എത്ര പറഞ്ഞാലും എഴുതിയാലും തീരാത്തതാണ്. പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് കടക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ മഹാത്ഭുതം കൂടി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു സംഭവം പറയട്ടെ. സ്നേഹസാഗരം, യഥാർത്ഥത്തിൽ മാനസിക രോഗികളെ സ്നേഹസാഗരത്തിലേക്ക് ഞങ്ങൾ എടുക്കൽ കുറവാണ്. അത്ര വലിയ നിർബന്ധമായി വേറൊരു മാർഗവുമില്ല.
അദ്ദേഹം അവിടെ കുടുംബത്തിൽ നോക്കാൻ ആളില്ല, ആകെ മലമൂത്രമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, 1-2 ആളുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു മാനസിക രോഗിയെ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ ആകെ ഉപദ്രവമാണ്, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉപദ്രവമാണ്, ആകെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. അങ്ങനെ 2 കൈ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ സ്നേഹസാഗരത്തിലെ മുഴുവൻ ബാക്കിയുള്ള സാധുക്കളായ രോഗികളെ ഉപദ്രവിക്കുമെന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരൻ എന്നെ ഫോൺ ചെയ്യുന്നത്. ആകെ പ്രശ്നമാണ് ഉസ്താദേ, ഞാൻ പറഞ്ഞു നിങ്ങളോട് മാനസിക രോഗികളെ എടുക്കേണ്ട, അതിനുള്ള സംവിധാനം നമ്മുടെ സ്ഥാപനത്തിനില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഇത് അങ്ങനത്തെ ഒരു സാഹചര്യമായിപ്പോയതുകൊണ്ടാണ്, എന്തെങ്കിലും മാർഗം വേണം, ആരെങ്കിലും ഉസ്താദ് പറഞ്ഞു വിട്ടു തരണം. ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു കൊടുത്തത് ഒറ്റ മരുന്നാണ്. 41 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഓതി വലത്തെ ചെവിയിലേക്ക് ഊതിക്കൊടുത്താൽ, ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നത് മഹാത്ഭുതമാണ്. ബിസ്മില്ലാഹിയുടെ ഓരോ അക്ഷരത്തിനും ഓരോ ഹറക്കത്തിനും ഓരോ ഭാഗത്തിനും പ്രത്യേകതകളുണ്ട്. അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ ആ പ്രത്യേകത ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവിടെ അങ്ങോട്ട് ആ പ്രത്യേകത ബാധിക്കും. ശരിക്കും അത്ഭുതമാണ്. 41 പ്രാവശ്യം വലത്തെ ചെവിയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഓതി കൊടുത്താൽ ഏതു മാനസിക വിഭ്രാന്തി ഉള്ളവനും അക്രമം അവസാനിപ്പിക്കുമെന്നാണ്. പിന്നെ അവന് അവിടെ ഉപദ്രവിക്കാനും പാത്രങ്ങൾ എടുത്തെറിയാനും ഒന്നും തോന്നില്ല, പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആയിക്കോളും. അത്ഭുതമാണ് സ്നേഹസാഗരത്തിൽ സംഭവിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നത് കാരണം ആ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി നിൽക്കുമ്പോൾ ഓതുന്നതിന് ആത്മാർത്ഥത ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഓതുമ്പോൾ ചിലപ്പോൾ ഉറങ്ങി ക്ഷീണിച്ച് ഓതും, പക്ഷേ യവൻ ഉപദ്രവിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഇത് ചൊല്ലുമ്പോൾ ആ ആത്മാർത്ഥത, അള്ളാഹു എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പടച്ചോനെ എന്ന ഒരു ആത്മാർത്ഥതയും നിയ്യത്തും അവൻ്റെ മനസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യില്ല, അവനൊരിക്കലും ഉപദ്രവിക്കില്ല. പെട്ടെന്ന് ഫീൽ ഉണ്ടാവും, ഇഖ്ലാസ് നഷ്ടപ്പെടില്ല. 41 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഏതെങ്കിലും ഒരു മാനസിക വിഭ്രാന്തി വന്ന് ഉപദ്രവിക്കുമെന്ന് തോന്നുന്ന മനുഷ്യന് ഓതിക്കൊടുത്താൽ അവൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടിനെ, ഹൈപ്പർ ആക്ടിവിറ്റിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. ബികുല്ലി സുഅബി ദുനിയാ വൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രതിവിധിയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സർവ്വ ബുദ്ധിമുട്ടുകൾക്കും പ്രതിവിധിയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇറങ്ങുമ്പോൾ മലക്കുകൾ പിന്നാലെ തക്ബീർ വിളിച്ചുകൊണ്ട് വന്നു എന്നാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനത്തെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പുറകെ നമ്മൾ തക്ബീർ വിളിക്കൂല. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു തങ്ങൾ വന്നു, മക്കൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന പോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ മലക്കുകൾ തക്ബീർ വിളിച്ചു എന്നാണ് ഹദീസിൽ പറയുന്നു. പർവ്വതങ്ങളുണ്ടല്ലോ, പർവ്വതങ്ങൾ പോലും അതിൽ സന്തുഷ്ടരായി എന്നാണ്. പരിസരത്തെ അന്തരീക്ഷത്തിന് പോലും മാറ്റം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നമ്മൾ ഉറച്ചു ചൊല്ലിയാൽ ഏതൊക്കെയാണ് കേൾക്കുന്നത്? വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, മണ്ണ്, കല്ല്, ഇതിനൊക്കെ ഒരു പ്രത്യേകത ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കേൾക്കുമ്പോൾ ഉണ്ടാകുമെന്നാണ്. ഒരിക്കലും മാറാത്ത പ്രതിസന്ധി മാറാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൊണ്ട് ചെല്ലേണ്ടുന്ന ഒരു ചെറിയ കർമ്മമുണ്ട്, പറഞ്ഞു തരാം. അതായത് വലിയ പ്രതിസന്ധിയാണ്, വീട്ടിലേക്ക് വഴിയില്ല, ആ വഴിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ട് നടന്നില്ല, അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു കച്ചവടം നടക്കുന്നില്ല, മുടങ്ങി നിൽക്കുകയാണ്, അത് കച്ചവടം നടന്നെങ്കിലേ ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റൂ, കുടുംബം ആകെ പ്രതിസന്ധിയിലാണ്. അതിന് മഹാന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, 7 ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കുക. 7 ദിവസം സുന്നത്ത് നോമ്പ് നിയ്യത്ത് ചെയ്യുക. 7 ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് എല്ലാ ദിവസവും ഒളോടുകൂടി 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി കരഞ്ഞു ദുആ ചെയ്യണം. ഒരു കാര്യം നടക്കാനുണ്ട്, 7 ദിവസം ചേർത്ത് സുന്നത്ത് നോമ്പ് പിടിക്കും. ഓരോ ദിവസവും ഒളോടുകൂടി ഖിബിലയുടെ നേരെ ഇരുന്ന് 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലി കരഞ്ഞു ദുആ ചെയ്യുക. 100% ആ കാര്യം നടക്കുവാണ്. നടന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, ഒരുപാട് അത്ഭുതങ്ങളുടെ താക്കോലാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടാവും. തീർച്ചയായിട്ടും പെരുന്നാൾ കഴിയുമ്പോൾ നിങ്ങൾ അൽ ജവാബിൻ്റെ, അൽ ബയാനിൻ്റെ ഓഫീസിലെ നമ്പർ കണ്ടെത്തി വിളിക്കും. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ കാര്യം നടന്നു. ഇപ്പം തന്നെ വരുന്ന കത്തുകളിൽ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, ഇത് അവതരിപ്പിക്കുന്ന നൗഷാദ് ബാക്കവിയുടെയോ ഇത് സ്പോൺസർ ചെയ്യുന്നവരുടെയോ കറാമത്തും പ്രത്യേകതയൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ പ്രത്യേകതയാണ്. ചില ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ അങ്ങനെ ദുആ പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു, അത് പറയുന്ന ആളിൻ്റെ പ്രത്യേകതയല്ല, ആ ഇസ്മിനൊരു പ്രത്യേകതയുണ്ട്. അത് ചൊല്ലേണ്ടുന്ന നിയമവും വശവും പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ച് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടക്കും. 7 ദിവസം നിയ്യത്ത് ചെയ്യും, സുന്നത്ത് നോമ്പ് പിടിക്കും. എന്നിട്ട് ഓരോ ദിവസവും
ഒന്നുകൊടുത്ത് ഖിബലയുടെ നേരെ ഇരുന്ന് 786 പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലി മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് ദുആ ചെയ്യുക. നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും വലിയ മാറ്റം, ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ അള്ളാഹു നടത്തിത്തരുന്നത് കാണാം. ഖബറിൻ്റെ അകത്ത് കിടക്കുന്ന ആളിന് പോലും അള്ളാഹു സമാധാനവും രക്ഷയും കൊടുക്കുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ബിസ്മി കൊണ്ട് വലിയ സന്തോഷമാണ്. ഖബറിൻ്റെ ശിക്ഷകൾ മുഴുവനും ഇതുകൊണ്ട് സുഹൃത്തുക്കളെ ഒഴിയുന്നതാണെന്നുണ്ട്. അള്ളാഹു താല പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. ഈ പ്രോഗ്രാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൻ്റെ മഹാത്ഭുത തീരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന നാസറുദ്ദീൻ സാഹിബിനും കുടുംബത്തിനും അള്ളാഹു ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ കാവലും പൊരുത്തവും കൊടുക്കട്ടെ. MK ഫാബ്രിക്സ് എന്ന അവരുടെ സ്ഥാപനം ഇനി ഒരുപാട് ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന മഹാത്ഭുതത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എത്തിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്ന പ്രാർത്ഥന 11-ാം രാവിലും പകലിലും ചൊല്ലേണ്ടുന്ന റമളാനിൻ്റെ രാവിലും പകലിലും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ആശങ്കകൾ മാറ്റാൻ, നിങ്ങളുടെ മനസ്സിൻ്റെ സംശയങ്ങൾ ഉളു കൊടുക്കുമ്പോൾ, നോമ്പ് പിടിക്കുമ്പോൾ, അത്താഴം കഴിക്കുമ്പോൾ, തറാവി നിസ്കരിക്കുമ്പോൾ ആ സംശയങ്ങളൊക്കെ മാറ്റാനുള്ള ചോദ്യോത്തരത്തിലേക്കും പ്രവേശിക്കുകയാണ്. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30-നും രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽബയാൻ പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. റമളാനിൽ പോലും കൃത്യമായി നിസ്കാരമില്ലാത്ത പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായം? ഇത് എഴുതി അയച്ചത് മോനി ബദർ, ഏറ്റുമാനൂരിൽ നിന്നും. വളരെ മോശമായ അഭിപ്രായമാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആരാണ്? അവരാരാണ്? അള്ളാഹുവിൻ്റെ ആളുകളാണവർ. പടച്ചവന് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയാണ്, ഓഡിറ്റോറിയല്ല, മദ്രസയല്ല, വീടല്ല. അള്ളാഹുവിന് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളി.
ഒരു സ്ഥലത്ത് അള്ളാഹു നോക്കിയാൽ ആ സ്ഥലത്ത് അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയാണ്, അവിടുത്തെ പള്ളിയാണ്. അത് കഴിഞ്ഞേ എന്തും ഉള്ളൂ പടച്ചവന്. ആ പള്ളി പരിപാലിക്കുന്നവരെ അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. ഇന്ന് ആരാണ് പള്ളി പരിപാലിക്കുന്നത്? പള്ളി ഭരണമല്ലേ, ഉസ്താദിനെ ഭരണം, മുഅദ്ദീനെ ഭരണം, അങ്ങനെ ജനങ്ങളെ ഭരണം, അങ്ങനെ വിരട്ടലും തട്ടലുമാണ്. തിരഞ്ഞെടുപ്പ്, കത്തിക്കുത്ത്, പൊതുയോഗം, ബഹളം, വഖഫ് ബോർഡ്, കേസ്, തിരിക്കൽ, മറിക്കൽ, ആകെ ബഹളാണ്. 90 ലക്ഷം രൂപ ഒരു മഹലിൻ്റെ 90 ലക്ഷം രൂപ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് മുക്കിയതിൻ്റെ വിഷയത്തിൽ തെക്കൻ കേരളത്തിൽ തന്നെ പള്ളിയിൽ ഒരു വലിയ വിഷയം നടക്കുന്നുണ്ട്. ഫിത്തിന, നോട്ടീസ് അടിച്ചിറക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, പൈസയുടെ കണക്ക് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ പൈസയാണത്, പൊതുമുതലാണ്. നിസ്കരിക്കുന്നത് പോട്ടെ, പടച്ചവൻ്റെ പൈസയെ തൊട്ട് കളിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലം വളരെ വലുതാണ്, ചെറുതല്ല. എല്ലാവർക്കും ഇന്നൊരു രസം, പള്ളി പ്രസിഡൻ്റ് ആവുക, പള്ളി സെക്രട്ടറി ആവുക, അതിനുവേണ്ടി മത്സരിക്കുക, അടിയിലൂടെ പാര വയ്ക്കുക, മുകളിലൂടെ പാര വെക്കുക, ഒരു രസമാണ്. പക്ഷെ അത് കളിച്ച കാര്യമില്ല. മരിച്ചാലുണ്ടല്ലോ 6 അടി മണ്ണിൻ്റെ അകത്ത് കിടക്കാൻ പറ്റില്ല സമാധാനമായിട്ട്. അള്ളാഹുവിൻ്റെ നെഞ്ചത്ത് കയറിയല്ല നിന്റെ അധികാരം കാണിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ വീട്ടിൽ കയറിയിട്ടല്ല ഞാൻ ഇന്ന ആളാണെന്ന് നെഞ്ചു വിരിച്ചു പറയേണ്ടത്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പള്ളിയുമായി കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് അത് ഒന്നാമത് ശ്രദ്ധിക്കുക. 2, നിസ്കാരമില്ലാത്തവൻ അള്ളാഹുവിൻ്റെ പള്ളിയെ എങ്ങനെയാണ് നോക്കുക? അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുവോ? ഓരോ സെക്കൻഡ് ഇബാദത്തില്ലാത്ത കമ്മിറ്റിക്കാർ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ ശാപം കിട്ടിക്കൊണ്ടിരിക്കും. അവൻ പള്ളിന് സ്വർണ്ണ മിമ്പർ വെച്ച് കൊടുത്താലും രക്ഷപ്പെടാൻ പറ്റൂല. പള്ളിക്ക് എത്ര വികസനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇബാദത്തില്ലയോ അള്ളാഹുവിന് ഇഷ്ടപ്പെടൂല, പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അപകടമാണ്. നമസ്കാരം എല്ലാത്തിൻ്റെയും ആണിക്കല്ലാണ്, അടിത്തറയാണ്. അത് ശ്രദ്ധിക്കണം, ഗൗരവത്തോടെ മനസ്സിലാക്കണം. പടച്ചവൻ കാക്കട്ടെ. എല്ലാ നോമ്പിൻ്റെ രാത്രിയിലും കിടക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എൻ്റെ നോമ്പ് സ്വീകരിക്കുമോ, തറാവീഹ് സ്വീകരിക്കുമോ എന്നൊക്കെ. ഇത് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചോദിച്ചിരിക്കുന്നത് ഷറഫുദ്ദീനാണ്, കൊല്ലത്ത് നിന്നും. അത് മാറരുത് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഉണ്ടാവണം. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാഇ. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ആഗ്രഹത്തിൻ്റെയും ഭയത്തിൻ്റെയും ഇടയിലുള്ള ആളാണ്. സ്വീകരിക്കണേ റബ്ബേ എന്ന ആഗ്രഹം, സ്വീകരിക്കൂലേ റബ്ബേ എന്ന ഭയം. അതാണ്, അത് രണ്ടും ഉണ്ട് ഒരു വിശ്വാസിക്ക്. ഞാൻ ചെയ്തത് സ്വീകരിക്കണേ അല്ലാ ആഗ്രഹമാണ്, സ്വീകരിക്കൂലേ റബ്ബേ പേടിയാണ്. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാഇ. ഈ ചോദ്യകർത്താവ് ഒരു യഥാർത്ഥ മുഅ്മിനാണ് എന്നതിൻ്റെ തെളിവാണ്. തറാവീഹ് കഴിഞ്ഞു, നോമ്പ് നോറ്റു, വിശ്രമിക്കാൻ വേണ്ടി വിരിപ്പിൽ പോയി കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ലാ സ്വീകരിക്കുമോ പടച്ചവനെ? ഒരു നോമ്പ് പിടിച്ചു, 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, എൻ്റെ ആയുസ്സിൽ നീ തന്ന റമദാനിൻ്റെ ഒരു ദിവസം ഞാൻ ഒഴിവാക്കി. അതുകൊണ്ട് പടച്ചവനെ ഞാൻ നിസ്കരിച്ചതും ഞാൻ ദുആ ചെയ്തതും നീ സ്വീകരിക്കുമോ അല്ലാ? സ്വീകരിക്കൂലേ പടച്ചവനെ? പേടിച്ചിട്ട് തിരിച്ചും മറിഞ്ഞും അങ്ങനെ കിടക്കുന്ന ഒരു വല്ലാത്ത രംഗമാണ്. അതൊരു വിശ്വാസിക്ക് ആവശ്യമാണ്. അത് ഒരു തെറ്റും ആ വിഷയത്തിലില്ല. എന്നും അതുണ്ടായാൽ അവൻ്റെ ഇബാദത്തിന് തന്നെ വല്ലാത്ത ശക്തിയും ഭംഗിയും അള്ളാഹു തരുന്നതാണ്. ഓരോ നന്മയ്ക്കും റമളാനിൽ ഇരട്ടി കൂലി കിട്ടുന്ന പോലെ തെറ്റ് ചെയ്താലും ഇരട്ടി ശിക്ഷ കിട്ടുമോ? ചോദിച്ചിരിക്കുന്നത് ഷാനിഫ ബീവിയാണ്, മലപ്പുറത്ത് നിന്ന്. പരിശുദ്ധ റമളാൻ മാസത്തിൽ ഇരട്ടി കൂലി എല്ലാ നന്മയ്ക്കും കിട്ടുന്ന പോലെ, ഇരട്ടി എന്ന് പറഞ്ഞാൽ 1, 2 അല്ല, 70 ഇരട്ടിയൊക്കെയാണ് പ്രതിഫലം കിട്ടുക. അതുപോലെ ശിക്ഷയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ശിക്ഷ എന്ന് പറയുന്നത്, തെറ്റ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേയേറെ മാറ്റി വെച്ചിട്ടാണ് അതിന് തരിക. അതായത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ഒരു ശിക്ഷ അള്ളാഹു കൊണ്ട് തരൂല. പടച്ചവൻ മലക്കുകളോട് പറയും, അവൻ തൗബ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്ക്, പാവല്ലേ. ചിലപ്പോൾ മനസ്സ് മാറി അള്ളാഹ് പുറത്തു തരണമെന്നൊരു വാക്ക് പറഞ്ഞാൽ പുറത്തു കൊടുത്തേക്കാം. അത്ര കാരുണ്യവാനാണ് റബ്ബ്. നിങ്ങളിപ്പോൾ ഒരു മനുഷ്യൻ 50 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചത് മുഴുവനും തെമ്മാടിത്തരാണ്, വ്യഭിചാരം, കള്ളുകുടി, അങ്ങനെ ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ വന്നു, അയാൾ മനസ്സിലാക്കി ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും. അയാൾ മുസല്ലേക്ക് വിരിച്ച് ഒതു കൊടുത്തിട്ട് അല്ലാ എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞാൽ അള്ള ചോദിക്കൂല, എന്താടാ നീ ഇന്നലെ വരെ ദുആ ചെയ്യാത്തത് എന്നല്ല ചോദിക്കൂല. അള്ളാഹ്ക്ക് ഒറ്റ വാക്ക് കിട്ടിയാൽ മതി, റബ്ബേ നീ പുറത്തു തരണേ, ഒറ്റ വാക്ക് പടച്ചവന് കിട്ടിയാൽ മതി. അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ്. ഈ കാരുണ്യവാനായ റബ്ബിനോടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം.
ഈ കാരുണ്യവാനായ പടച്ചവനോടാണ് ഞാനും നിങ്ങളും ധിക്കാരം കാണിക്കുന്നതെന്ന് നമ്മൾ നെഞ്ചിൽ കൈവച്ച് ആലോചിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, ഒരിക്കലും റമളാൻ മാസത്തിൽ തെറ്റിലെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരട്ടിയല്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശിക്ഷ അള്ളാഹുവിൻ്റെ കോപമായി പെയ്തിറങ്ങിയാൽ നമുക്ക് താങ്ങാൻ പറ്റൂല. പടച്ചറബിൻ്റെ വലിയ സഹായം അള്ളാഹു നമുക്ക് തരട്ടെ. ഞാൻ ഗൾഫിലാണ്. പകലൊക്കെ വിശ്രമമില്ലാതെ ജോലിയാണ്. പറ്റുന്ന പോലെ നോമ്പും ഇബാദത്തും ഒക്കെയുണ്ട്. എന്നാലും ഒരു സമാധാനത്തിന് രാത്രി റൂമിൽ ചെന്ന ശേഷം ചെയ്യാനുള്ള ഒരു അമൽ ഒന്ന് പറഞ്ഞു തരുമോ ഉസ്താദേ? ചോദിച്ചിരിക്കുന്നത് റിയാസ് മോനാണ്, മാപ്രാണത്ത് നിന്നും. വളരെ നല്ലൊരു ചോദ്യമാണ്. പക്ഷേ പറ്റുന്ന പോലെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെ ചെയ്യാനൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. നമ്മുടെ ഓഫീസിലാണെങ്കിലും നമ്മൾ മടിച്ച് നിൽക്കരുത്. നിസ്കരിക്കുന്ന കാര്യം അവരോട് എങ്ങനെ പറയാം, ഞാനിവിടെ നിസ്കരിച്ചോട്ടെ എന്ന് എങ്ങനെ ചോദിക്കുക, അങ്ങനൊന്നുമല്ല. നമുക്കൊരു ചാൻസ് എവിടെയും അള്ളാഹു തരും. ഏത് ജോലിക്കിടയിലും ഏത് യാത്രക്കിടയിലും നമുക്കൊരു ചാൻസ് അള്ളാഹു തരും. ആ ചാൻസിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. നമുക്കതുകൊണ്ട് വലിയ ഗുണവും നേട്ടവും അള്ളാഹു തരും. അപ്പോൾ എന്നാലും മനസ്സിന് റാഹത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ യാത്രയായിരുന്നു, ഇബാദത്തൊക്കെ ജമ്മുവും കസറും ആയിരുന്നു, ഒരുപാടൊന്നും ഓതാനൊന്നും കഴിഞ്ഞില്ല. ഞാനൊക്കെ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹുലേക്ക് അങ്ങനെ പറഞ്ഞ് ദുആ ചെയ്യലാണ്. പടച്ചോനെ, ഈ റമളാൻ മാസം നീ എനിക്ക് തന്നിട്ട്, അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക്. ഞാൻ ഓഫീസിലായിരുന്നു, അള്ളാഹ് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി പടച്ചോനെ, എന്നാലും എന്നാലാവുന്ന വിധം ഞാൻ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു റബ്ബേ, പക്ഷെ എന്നാലും എൻ്റെ മനസ്സിന് സമാധാനമില്ല. നീ ഇത്രയും പുണ്യം ചൊരിഞ്ഞ മാസമല്ലേ, ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്ന മാസമല്ലേ, അതുകൊണ്ട് അള്ളാഹു എന്നെ കൂടി നീ അതിൽ ചേർക്കണം, പരമാവധി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് അള്ളാഹുലേക്ക് ദുആ ചെയ്യണം. ആത്മാർത്ഥമായി ചെയ്തിട്ട് വേണം ദുആ ചെയ്യാൻ. അല്ലാതെ ഒരു എങ്ങനെയെങ്കിലും ഉഴപ്പാസിൽ എന്തെങ്കിലും നടത്തിയിട്ട് അങ്ങനെ ദുആ ചെയ്താൽ, അള്ളാഹു നിങ്ങളുടെ ഹൃദയം കാണുന്നവനാണല്ലോ, നിങ്ങളുടെ തീരുമാനം അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മാത്രമാണ് മനസ്സിന് സമാധാനത്തിനും അള്ളാഹിന്റെ പൊരുത്തത്തിനും നമ്മൾ ചെയ്യേണ്ടത്. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. My wedding, my MK Fabrics, MK Road, Kollam. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitrakar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. എനിക്കിനി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റുമോ? പണ്ട് എനിക്കിതുപോലൊരു ഇഞ്ചുറി വന്നപ്പോൾ എൻ്റെ കരിയർ നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയതാ. അന്ന് എന്നെ സേവ് ചെയ്യാൻ പ്രകൃതി ഉണ്ടായിരുന്നു. നിന്നെ സേവ് ചെയ്യാനും പ്രകൃതി കാണും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും
വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകളാണ് പല സ്ഥലത്തിരുന്ന് കത്തുകൾ എഴുതി അറിയിച്ചത്. വീടില്ല, ഉസ്താദ് ദുആ ചെയ്യണം. മക്കളില്ല, ഉസ്താദ് പ്രാർത്ഥിക്കണം. ഭർത്താവിന് ജോലിയില്ല, ദുആ ചെയ്യണം. കടക്കണിയുടെ വലിയ കുഴിയിൽ വീണുപോയിരിക്കുകയാണ്, രക്ഷപ്പെടുത്തണം. അങ്ങനെ ഒത്തിരി ആളുകൾ. സർവശക്തനായ അല്ലാഹു ഈ പരിശുദ്ധ റമദാനിൻ്റെ പ്രാർത്ഥനാ മജ്ലിസുകൾ, എത്രയോ സദസ്സിലാണ് റമദാനിലെ ഈ വിനീതന് പ്രഭാഷണമുള്ളത്. ആ സദസ്സിൻ്റെ എല്ലാം പുണ്യവും മഹത്വവും ഈ എഴുതി അറിയിച്ച ദുആ വസിയത്ത് മുഴുവൻ ആളുകൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചർ കൊല്ലം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന നാസറുദ്ദീൻ സാഹിബിൻ, അല്ലാഹുവേ അദ്ദേഹത്തെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കല്ലാ. അൽഹംദുലില്ലാ. ആ പ്രിയപ്പെട്ട കച്ചവട സ്ഥാപനത്തിന് അല്ലാഹുവേ നീ ഒരുപാട് 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 ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അവിടെ വരുന്ന ആളുകൾക്ക് മനസ്സിന് വലിയ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. 2ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം, അബ്ദുൽ ലത്തീഫ് സാഹിബ്. ഈ പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ പുണ്യവും മഹത്വവും അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും പ്രദാനം ചെയ്യട്ടെ. 3ാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ഷഫീഖ് ഡോക്ടറാണ്, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. അൽഹംദുലില്ലാ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ആ ഒരു ചികിത്സാ രീതിയിൽ നീ നിന്റെ ഷിഫാഇൻ്റെ കരുത്ത് പകർന്നു കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധ റമദാനിൻ്റെ 11ാമത്തെ രാത്രിയും പകലുമായി നിങ്ങൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന എന്ത് എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എഴുതിയെടുക്കുക. നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതിയെടുക്കാൻ പറ്റിയില്ല ഉസ്താദെ, ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ നിർത്തിപ്പോയി എന്ന് പറയരുത്. ഇതൊക്കെ നിരന്തരം റമദാനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പ്രാർത്ഥന ആയതുകൊണ്ടാണ് അതിനുവേണ്ടി ഒരുപാട് സമയം നഷ്ടപ്പെടുത്താത്തത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഹബ്ബിബ് ഫീഹി ഇലയ്യ ഫിൽ ഇഹ്സാൻ അൽ ഇഹ്സാൻ വകരിഹ് ഇലയ്യ ഫീഹി അൽ ഇസ്യാൻ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യ ഫീഹിൽ ഇഹ്സാൻ. അല്ലാഹുമ്മ ഹബ്ബിബ്, അല്ലാഹുമ്മ ഹബ്ബിബ്, അല്ലാഹുവേ ഹബ്ബിബ് എന്നെ നീ സ്നേഹം, എനിക്ക് നീ ഇഷ്ടം തരണമേ. ഫീഹിൽ ഇഹ്സാൻ, ഗുണം ചെയ്യാൻ, റമദാൻ മാസത്തിൽ ധാരാളം ഗുണങ്ങൾ ചെയ്യാനുള്ള ഒരിഷ്ടം തരണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യ ഫീഹിൽ ഇഹ്സാൻ. റമദാൻ മാസത്തിൽ ധാരാളം ഗുണം ചെയ്യാനുള്ള ഒരു ഇഷ്ടം നീ എനിക്ക് നൽകണമേ പടച്ചോനെ. വകരിഹ് ഇലയ്യ ഫീഹിൽ ഇസ്യാൻ, തെറ്റ് ചെയ്യാൻ ഒരു വെറുപ്പ് നൽകണം. റമദാൻ മാസമല്ലേ, ഇത് ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെ ഒരു വെറുപ്പ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഫീഹി ഇലയ്യ ഫിൽ ഇഹ്സാൻ അൽ ഇഹ്സാൻ വകരിഹ് ഇലയ്യ ഫീഹി അൽ ഇസ്യാൻ. നന്മ ചെയ്യാനുള്ള ഇഷ്ടവും തിന്മ ചെയ്യാനുള്ള വെറുപ്പ് നൽകണമേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കട്ടെ. മനോഹരമായ ഈ പ്രാർത്ഥനകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹാത്ഭുതങ്ങളും ഈ റമദാനിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മാഷാ അല്ലാഹ് MK ഫാബ്രിക്സ് എന്ന കൊല്ലത്തെ അത്ഭുതപ്പെടുത്തിയ, കേരളത്തെ തന്നെ വസ്ത്രവ്യാപാര രംഗത്ത് 1ാം സ്ഥാനത്തേക്ക് എത്തിപ്പോകുമോ എന്ന് പോകുന്ന തരത്തിൽ ഉന്നതിയിലേക്ക് എത്തുന്ന MK ഫാബ്രിക്സ് ആണ്. പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബും കുടുംബവും, നാസറുദ്ദീൻ, ഷറഫുദ്ദീൻ, നിസാറുദ്ദീൻ, അല്ലാഹുവേ ഒരുപാട് ഒരുപാട് പ്രതിഫലം നീ അവർക്ക് കൊടുക്കണം റഹ്മാനെ. കച്ചവടത്തിൽ ഈ ചെയ്യുന്ന സഹായത്തിന് പകരം കച്ചവടത്തിൽ വലിയ പുരോഗതി നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവിടെ കുടുംബജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ. ആമീൻ ആമീൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. AM നൗഷാദ് ബാക്കവി, അൽ ബയാൻ, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ വിനീതനെയും ഈ അൽബയാനുമായി സഹകരിക്കുന്ന മറ്റുള്ളവരെയും മറക്കരുതേ. നാളെ ഇതേ സമയത്ത് ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. MK ഫാബ്രിക്സ് റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. മൈ വെഡിങ്, മൈ MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം.
പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.